നമുക്ക് മുന്നിൽ വരുന്ന മറ്റൊരു വാർത്ത കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. അതെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. വലിയൊരു മയക്കുമരുന്ന് വേട്ട കൊച്ചിയിൽ നടന്നിരിക്കുന്നത്. 203 ഗ്രാം MDMA പിടികൂടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ചില്ലറ കണക്കല്ല. 203 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ വലിയ കണക്കാണ്, വലിയ തുകയുടെ കണക്കാണ്. അത്താണിയിലെ ആലുവയ്ക്ക് സമീപം അത്താണിയിലെ ഹോട്ടലിൽ നിന്നാണ് പിടികൂടിയതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമേഷ് ഉണ്ട് കൊച്ചിയിൽ നമ്മളോടൊപ്പം. ഉമേഷ്, 203 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് ചെറിയ കണക്കല്ല, വലിയ അളവാണ്. MDMA സംബന്ധിച്ച് 203 ഗ്രാം എന്ന് പറയുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്? എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാക്കിയാണ് ഈ മയക്കുമരുന്ന് വേട്ടയിലേക്ക് എത്താൻ പറ്റിയത്? മനു, വിനിഷ, ഈ മയക്കുമരുന്ന് വിതരണക്കാരെ കേന്ദ്രീകരിച്ച് ഈ കൊച്ചിയിലെ ഡാൻസ് ഓഫ് സംഘം, കൊച്ചി സിറ്റി പോലീസിന് കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘം നിരന്തരം നിരീക്ഷണം നടത്തി വരികയായിരുന്നു. അങ്ങനെയാണ് ഈ അമൽ ജോർജ് എന്ന് പറയുന്ന ഇയാൾ നേരത്തെയും ഇത്തരത്തിൽ മയക്കുമരുന്ന് വിതരണക്കാരനാണ്. ഇയാൾ ചേരനല്ലൊരു സ്വദേശിയാണ്. മുൻപ് മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഇയാളെ കേന്ദ്രീകരിച്ച് നിരീക്ഷണം, വളരെ രഹസ്യമായ നിരീക്ഷണം നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ നിരീക്ഷണത്തിലാണ് ഇയാളിൽ നിന്ന് 203 ഗ്രാം MDMA പിടിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ ലഹരിവേട്ട ഉണ്ടായത്. കാക്കനാട് അത്താണിയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഈ MDMAയുമായി അമൽ ജോർജിനെ ഡാൻസ് ഓഫ് സംഘം പിടികൂടുന്നത്. ഇത് സിറ്റിയിൽ പലയിടത്തുമായി വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് ഈ MDMA എന്നുള്ളതാണ് ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായത്. നേരത്തെ 2 കേസുകളിൽ, ഈ സമാനമായ ലഹരി കേസുകളിൽ പ്രതിയാണ് അമൽ ജോർജ്. ഇതൊരു പതിവായി തൊഴിലാക്കിയ ആളാണ് ഈ അമൽ ജോർജ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ മേൽ ഇവരുടെയൊക്കെ ഒരു കണ്ണുണ്ട്. അങ്ങനെയാണ് ഈ സിറ്റി പോലീസിൻ്റെ ഡാൻസ് ഓഫ് സംഘം, ഡാൻസ് ഓഫ് തന്നെ 3-4 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തി വരിക. അതിലൊരു സംഘമാണ് ഇങ്ങനെ കാക്കനാട് അത്താണിയിൽ ഈ അമൽ ജോർജ് MDMAയുമായി അവിടെ ഒരു ഹോട്ടലിലുണ്ട് എന്ന രഹസ്യവിവരം ലഭിക്കുകയും അങ്ങനെ പുലർച്ചെ 2 മണിയോടെ അവിടെ എത്തി ഇയാളെ കൈയോടെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ശരി, ഏതായാലും ഇയാൾ പിടികൂടാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി മറ്റാരെങ്കിലും ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി എത്രയും വേഗം പിടികൂടാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? യെസ്.